തുടർഭാഗത്തിനായി കാത്തിരിക്കുന്ന മലയാള സിനിമകൾ. ജനഗണമന 2. പൃഥ്വിരാജ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രമാണ് ജനഗണമന. ഈ ലീഗൽ ത്രില്ലർ ചിത്രം 2022 പുറത്തിറങ്ങിയത്. എന്നാൽ ഈ ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് നടൻ പൃഥ്വിരാജും സംവിധായകനും വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ജനഗണമനയുടെ ടീസറിലും ട്രെയിലറിലും കാണിച്ച രംഗങ്ങൾ രണ്ടാം ഭാഗത്തിലേതാണെന്നും പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. ഇന്ന് നിലകൊള്ളുന്ന രാഷ്ട്രീയത്തെ വലിച്ചുകീറി ഒട്ടിച്ച ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഇതിലും ആവേശകരമായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. എംപുരാൻ. മലയാളത്തിലെ ഏറ്റവും മികച്ച മാസ് ചിത്രങ്ങളിൽ ഒന്നാണ് 2019 പുറത്തിറങ്ങിയ ലൂസിഫർ. പൃഥ്വിരാജ്, മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഈ ചിത്രം മലയാളി പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നുമല്ല. അതിനാൽ തന്നെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എംപുരാൻ അതിന്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിലാണെന്നും 2023 റിലീസ് പ്രതീക്ഷിക്കാമെന്നും ചിത്രത്തിന്റെ സംവിധായകനായ നടൻ പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആട് 3. മിഥുൻ മാനുവൽ തോമസ് എന്ന സംവിധായകന്റെ ആദ്യ ചുവടുവയ്പായിരുന്നു ആട് ഒരു ഭീകരജീവിയാണെന്ന കോമഡി ചിത്രം. എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. പക്ഷെ പിന്നീട് DVD റിലീസിനും ടെലിവിഷൻ പ്രീമിയറിനും ശേഷം ഈ ചിത്രത്തിന് മികച്ച സ്വീകാര്യതയും പ്രശംസയും ലഭിച്ചു. തുടർന്ന് അവർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഒരുക്കി. പാപ്പനും പിള്ളേർക്കും ആദ്യ ഭാഗത്തേക്കാൾ കൂടുതൽ കൈയടി രണ്ടാം ഭാഗത്തിൽ ലഭിച്ചു. രണ്ടാം ഭാഗം വൻ വിജയമാണ് കാഴ്ചവെച്ചത്. തുടർന്ന് നടൻ വിജയ് ബാബുവും മിഥുൻ മാനുവലും ചേർന്ന് ഈ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം പ്രഖ്യാപിച്ചു. മൂന്നാം ഭാഗം 3D ചിത്രമായിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. വിക്രമാദിത്യൻ 2. ലാൽജോ സംവിധാനം ചെയ്ത് 2014 പുറത്തിറങ്ങിയ ചിത്രമാണ് വിക്രമാദിത്യൻ. മലയാളത്തിലെ 2 യുവതാരങ്ങൾ തകർത്തഭിനയിച്ച കോമഡി ഡ്രാമ ചിത്രം. ഈ ചിത്രത്തിന് ഒരു രണ്ടാം ഭാഗം ഒരുങ്ങുന്നുണ്ടെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ ലാൽജോസ് വെളിപ്പെടുത്തിയിരുന്നു. ദുൽഖർ സൽമാൻ കഥ കേട്ട് പച്ചക്കൊടി കാണിച്ചാൽ മാത്രമേ ഈ ചിത്രം ഉണ്ടാകൂ എന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആക്ഷൻ പ്രാധാന്യം നൽകിയായിരിക്കും ഭാഗം 2 എത്തുന്നതെന്നും ഇതിൽ ഉണ്ണിമുകുന്ദൻ, ദുൽഖർ സൽമാൻ എന്നിവരെ കൂടാതെ പുതിയൊരു താരം കൂടി ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ആറാം പാതിര. മലയാളത്തിലെ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന ചിത്രമാണ് കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ അഞ്ചാം പാതിര. ചിത്രത്തിന്റെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ഈ അടുത്താണ് ഈ ത്രില്ലർ ചിത്രത്തിന്റെ തുടർച്ചയെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. ആറാം പാതിര എന്ന പേരിൽ ചാക്കോച്ചനെ വെച്ചുകൊണ്ടുള്ള ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനാൽ ചിത്രത്തിന്റെ പ്ലോട്ടിനെ കുറിച്ചോ റിലീസ് തീയതിയെക്കുറിച്ചോ യാതൊരു അറിവും ലഭ്യമല്ല. അടി കപ്പിയാരെ കൂട്ടമണി 2. പ്രേക്ഷകരെ ചെറിയ രീതിയിൽ പേടിപ്പിക്കുകയും വലിയ രീതിയിൽ ചിരിപ്പിക്കുകയും ചെയ്ത നല്ലൊരു കോമഡി ചിത്രമായിരുന്നു 2015 പുറത്തിറങ്ങിയ അടി കപ്പിയാരെ കൂട്ടമണി. ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, നീരജ് മാധവ്, മുകേഷ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ജോൺ വർഗീസ് ആണ്. അജു വർഗീസ് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച ഒരു പള്ളി ഗോപുരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കൂട്ടമണിയുടെ ചിത്രമാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്ന സൂചന പ്രേക്ഷകർക്ക് നൽകിയത്. ഈ ചിത്രത്തിലെ അഭിനേതാക്കളോ സംവിധായകനോ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് യാതൊരുവിധ വെളിപ്പെടുത്തലും നടത്തിയിട്ടില്ല.